കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ പാം ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓയിൽ ഒഴിച്ച് നന്നായി തന്നെ ഇവയെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനു മുന്നേ ഒരു നാരങ്ങയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായി പിഴിഞ്ഞ് അതിലേക്ക് ചാറ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തെടുക്കാം. എല്ലാ മീനിലും അരപ്പ് എത്താൻ വേണ്ടി കൈകൊണ്ട് നന്നായി തന്നെ മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പിടിയോളം വെളുത്തുള്ളി എടുത്ത് നന്നായി തന്നെ ചതച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം കുറച്ച് നേരം മാറ്റി വെച്ചിരിക്കാം. ഇവയെല്ലാം ഒന്ന് പിടിച്ച് സെറ്റായി വരണം. ഇനി നമുക്ക് അടുപ്പിലേക്ക് പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ഞാൻ പാം ഓയിലാണ് എടുത്തിട്ടുള്ളത്. കുറച്ചധികം പാം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല ഫ്രഷ് മീനാണ്. നമ്മൾ ഉടനെ പിടിച്ച് പൊരിക്കുന്നതായി
ഈ ആവിയിൽ നിന്ന് തന്നെ നമുക്കത് വെന്ത് കിട്ടും. അങ്ങനെ ഒരു സൈഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മറിച്ച് കൊടുക്കും. തീർച്ചയായും ഇങ്ങനെ തന്നെ ചെയ്തു നോക്കണം. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് അത് ഗുണകരമാകും. അങ്ങനെ നമ്മുടെ മീൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. പിന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റ, ബൈ ബൈ. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ സിലോപ്പിൻ ഇവിടെ റെഡി. അങ്ങനെ നമ്മൾ പ്ലേറ്റിലൊക്കെ ആക്കി കുറച്ച് സവാളയൊക്കെ അരിഞ്ഞ് കറിവേപ്പില